നമ്മൾ ഇന്ന് പ്രൊമോയിൽ കണ്ട മണിപ്പൂരേ കയറുന്ന നിവിനാന്നേ ഇറങ്ങാതെ അതിനകത്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ ആക്ച്വലി പറ്റിയായിരുന്നു. ആ പ്രൊമോയിൽ അങ്ങനെ പറഞ്ഞിരുന്നത് അങ്ങനൊന്നുമല്ല സംഭവിച്ചത്. 3 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ തങ്ങൾക്ക് കിട്ടിയ കോയിനനുസരിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അധികം വരികയാണെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കണം. എല്ലാവരും ഇറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ ഫുഡ് മൊത്തം പോണമെന്ന് പറയുന്നില്ല. ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും സാധനങ്ങൾ ഒരു 2 മിനിറ്റിനുള്ളിൽ എല്ലാവരും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങി. അപ്പൊ നിവിൻ മാത്രം അതിനകത്ത് ഇരുന്ന് അതൊക്കെ പറക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കൗണ്ട് ചെയ്യുന്ന നമ്പർ അവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നത് കറക്റ്റിന് ഇറങ്ങാൻ ഒരു 6 പിന്നെ സെക്കൻഡ് ബാലൻസ് ഉള്ള സമയത്ത് നിവിൻ ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മള് പ്രൊമോയില് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നിവിൻ അങ്ങോട്ട് മനഃപൂർവ്വം അതിനകത്ത് കയറുന്നത്. അങ്ങനെയൊന്നുമില്ല. നിവിൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാണെന്നറിയാമോ? എനിക്ക് കോയിൻ തരാത്തോണ്ട് പ്രതിഷേധമൊന്നുമില്ല, ഞാനിവിടെ നിൽക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ ജിസേൽ വന്ന് കാലെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ 6 സെക്കൻഡ് ബാക്കിയുള്ള സമയത്തൊക്കെ നിവിൻ ഇറങ്ങുന്നുണ്ട്. സംഭവം അവർക്ക് അവരുടെ പോയിന്റിലുള്ള സാധനങ്ങളെല്ലാം കിട്ടി. അത് കഴിഞ്ഞുള്ള വഴക്ക് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ കൊടുക്കാത്തവർക്ക് കിട്ടിയ ഭക്ഷണ സാധനങ്ങളൊന്നും കൊടുക്കത്തില്ല എന്ന് ആരും പറഞ്ഞു കഴിഞ്ഞു. പരസ്യമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിക്കും ഷാനവാസും മുന്നിലും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അവര് വേസ്റ്റായി കളഞ്ഞില്ലേ. അതുകൊണ്ട് അവർക്ക് ആ ഭക്ഷണ സാധനങ്ങളൊന്നും കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അതിന്റെ പേരിൽ ഇപ്പൊ അവിടെ പിണക്കം നടന്നുകൊണ്ടിരിക്കുക. പിണങ്ങി. ഇപ്പൊ ഷാനവാസ് പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട. അത് കേട്ടപ്പോൾ അതിലെ നൂറെ പറഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് വേണ്ടെന്ന് പറയുന്നു. ജിഷിൻ എന്നൊരു വെജിറ്റേറിയൻ, ജിഷിന് കിട്ടിയ പോയിന്റിൽ ഉള്ള ഫുഡ് ഐറ്റംസ് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കാന്ന് ജിഷിനും പറയുന്നുണ്ട്.